യാത്ര ചെയ്ത് പോയപ്പോൾ ആ റോഡിൽ നിന്നൊരു പാറക്കഷ്ണം ഇളകി മൊബൈൽ വെച്ച് ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്ത റോഡിൻ്റെ നിർമ്മാണത്തിൽ ഉള്ള അപാകത. അപ്പോൾ റോഡ് ചെയ്തു എന്ന് സമ്മതിക്കുന്നു, ഈ അപാകത ചൂണ്ടിക്കാണിച്ച് വലുതായി ഉയർത്തിപ്പിടിക്കുകയാണ്. അതൊരു ക്രിയാത്മക വിമർശനമാണോ? ക്രിയാത്മക വിമർശനം ഇത്രയും നല്ല റോഡ് ചെയ്തിടത്ത് ഒരു ചല്ലി ഇളകി കിടപ്പുണ്ട്, അത് വളരെ വേഗം അതിൻ്റെ കോൺട്രാക്ടറെ കൊണ്ടോ ഉദ്യോഗസ്ഥനെ കൊണ്ടോ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് പറയുന്നത് ക്രിയാത്മക വിമർശനം. അതേസമയം പൊളിഞ്ഞ റോഡ് എന്ന് പറയുന്നത് ക്രിയാത്മകമാണ്. അതായത് രണ്ടായി നമ്മൾ കാണണം, ക്രിയാത്മകമാണ്. അത് ഏതെങ്കിലും വണ്ടി കയറിയാൽ, ട്രക്ക് കയറിയാൽ ചിലപ്പോൾ റോഡിൻ്റെ ഏതെങ്കിലും സൈഡ് താൽക്കാലികമായി പൊളിയില്ലേ, റോഡിന് താങ്ങാവുന്ന വെയിറ്റല്ലേ താങ്ങുന്നത്. ഇവിടെ ഓടുന്ന വണ്ടികളുടെ ട്രക്കിൻ്റെ വെയിറ്റ് എത്രയെന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ക്രിയാത്മകമായിട്ടുള്ള വിമർശനം ഞാൻ സ്വാഗതം ചെയ്യും. ക്രിയാത്മകമല്ലാത്ത വിമർശനത്തെ തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. ഇവിടെ താലൂക്ക് ആശുപത്രി, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വിമർശനം ഉന്നയിക്കുകയല്ല. താലൂക്ക് ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കി, അവിടെ കാഷ്വാലിറ്റി വന്നു, OP വന്നു. ഓപ്പറേഷൻ തിയേറ്റർ സാധാരണഗതിയിൽ ഇവിടെയുള്ള OT എന്ന് പറഞ്ഞാൽ നോർമൽ സ്വഭാവത്തിലുള്ള തിയേറ്ററാണ് പ്രപ്പോസ് ചെയ്തിരുന്നത്. ആ തിയേറ്റർ പലപ്പോഴും ചില ഇൻഫെക്ഷന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മോഡുലാർ തിയേറ്റർ ആക്കണമെന്ന് ഞാൻ രണ്ടാമത് എഴുതി കൊടുത്തു. ഇൻഫെക്ഷൻ വരാത്ത OT ഓപ്പറേഷൻ തിയേറ്റർ വേണം. അപ്പോൾ ആ OT ഓപ്പറേഷൻ തിയേറ്റർ 3 പൂർത്തിയായി. അത് രണ്ടാമത് അഡീഷണലായി ഉൾപ്പെടുത്തിയതാണ്. ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു, പക്ഷേ പ്രവർത്തനം കാര്യക്ഷമമായില്ല. എന്നാൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ വളരെ വേഗം ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം എന്ന് ബ്ലോക്ക് പഞ്ചായത്തിനോട് പറയുന്നില്ല. മറിച്ച് ഈ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്ന വിമർശനമാണ്, സമരമാണ്. ആയിക്കോട്ടെ, അതിലും ക്രിയാത്മകമായ വിമർശനമുണ്ട്. ഇല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരിക്കൽ മെഡിക്കൽ കോളേജ് UDFിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചു. എവിടെയാണെന്നറിയാമോ? ജനറൽ ആശുപത്രിയുടെ 2ാം നിലയിൽ ഷെഡ് കെട്ടി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. ആരെന്ന് അറിയില്ലേ? ആള് ഷെഡ് കെട്ടി മെഡിക്കൽ കോളേജ് നിർമ്മിച്ച കാലം തിരുവനന്തപുരത്ത് ഷെഡ് കെട്ടി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ച കാലം മറന്നുപോയോ? പേര് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ നാട്ടുകാരൻ മന്ത്രിയായിരുന്നപ്പോൾ. ഞാൻ അങ്ങനെ ഒരു ഷെഡും കെട്ടി താലൂക്ക് ആശുപത്രിക്ക് സൗകര്യം ഒരുക്കിയില്ല. മനോഹരമായ കെട്ടിടം, നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി വന്ന. എന്തെങ്കിലും ക്രിയാത്മകതയുണ്ടെങ്കിൽ പറയാം. ഡയാലിസിസ് 12 ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 40 ഡയാലിസിസ് ഒരു ദിവസം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. RO പ്ലാന്റ് വെച്ചിട്ടില്ല. കെട്ടിടം പൂർത്തിയാക്കാതെ എങ്ങനെയാണ് RO പ്ലാന്റ് വയ്ക്കാൻ കഴിയുക? അതിൻ്റെ പ്രത്യേകം ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല. അത് പൂർത്തിയായി RO പ്ലാന്റ് വെച്ചാൽ മാത്രമേ നമുക്ക് ഡയാലിസിസ് ആരംഭിക്കാൻ പറ്റൂ. ഇതെവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡയാലിസിസ് സെൻറ്റർ 40ആയി ഉയർത്തിക്കൊണ്ട് പണി ആരംഭിച്ചു എന്ന് പറയുന്നതിലെ അത് സമയത്തിന് പൂർത്തിയായില്ല എന്ന് പറയുന്നത് ക്രിയാത്മകമാണ്. പക്ഷേ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണ്. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പിന്നെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് എന്തും പറയണമല്ലോ, എന്തും പറഞ്ഞു അതൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് വിഷമമൊന്നുമില്ല. ഇവിടെ പാറശാലയിൽ നിങ്ങൾക്കറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ ബസ് ടെർമിനൽ, സുന്ദരൻ നാടാരുടെ കാലത്ത് റീജിയണൽ വർക്ക്ഷോപ്പ് വന്നു. നല്ല കാര്യമല്ലേ? നമ്മളതിന് സ്വാഗതം ചെയ്യണ്ടേ? നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യം എന്ന് പറയണ്ടേ?
അപ്പുറത്ത് ബസ് ടെർമിനൽ ഉണ്ടോ? പാറശാലയിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ഒരു ബസ് ടെർമിനൽ ഉണ്ടോ? ഈ റീജിയണൽ വർക്ക്ഷോപ്പ് ബസ് സ്റ്റാൻഡായി നമുക്ക് മാറ്റാൻ പറ്റുമോ ഏതെങ്കിലും കാലത്ത്? അപ്പൊ എവിടെയാണ് ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത്? ആ ബസ് ടെർമിനൽ കാരാളിയിൽ കൊണ്ടുവന്നില്ലേ? എന്തെല്ലാം തടസ്സം ഉന്നയിച്ചു? സർവകക്ഷി യോഗത്തിൽ എല്ലാവരും പിന്തുണ നൽകിയല്ലേ? പഞ്ചായത്തിന്റെ സ്ഥലവും കൂടെ ചേർത്ത് അത്രയും സ്ഥലം വാങ്ങി ബസ് ടെർമിനൽ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അത് വന്നാൽ ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പിന്നെ കത്ത് കൊടുത്ത് അദ്ദേഹം തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ ബസ്സും കേരളത്തിന്റെ ബസ്സും ആ ബസ് സ്റ്റാൻഡ് പൂർത്തിയായാൽ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹകരിക്കണ്ടേ? ആ കാരായിൽ വരുന്ന മാറ്റം ചെറുതായിരിക്കും. മലയോര ഹൈവേ പാറശാലയിൽ വന്ന് കയറുകയാണ്. കഴമന കളിയിക്കവള ഇപ്പോൾ വഴിമുക്ക് വരെ ചെയ്യാനുള്ള ഫണ്ടും അനുവദിച്ചു. അത് കഴിഞ്ഞാൽ കളിയിക്കവള സ്ട്രെച്ചായി ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. 30 മീറ്റർ വീതിയിൽ അതുകൂടെ വന്നാൽ അതും കളിയിക്കവള എത്തുകയാണ്. ഇഞ്ചിവള പാറശാല എത്തുകയാണ്. മലയോര ഹൈവേ പാറശാല എത്തി 32 കിലോമീറ്റർ. ഇനി സാഗരമാല പദ്ധതി പ്രകാരം കാരോട് ബൈപ്പാസും വന്ന് കയറുന്നത് തൊട്ടപ്പുറത്താണ്. ഈ 3 ബൈപ്പാസുകൾ 3 NH